എത്ര ദിവസം എന്നറിയാം മഴ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ഒച്ചയാണല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഭയങ്കര ബിസി ആയിപ്പോണ്ട്, ഭയങ്കര ബിസി, വർക്ക് ബിസിയാണ്. പിന്നെ ഈ മഴയും അത് കാരണം മടിയാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. പക്ഷെ എന്തായാലും ഒരു പുതിയ വീഡിയോ ഇപ്പോൾ കാണാം കേട്ടോ. അപ്പം 2 മണിയായിട്ടോ, ഞാനും വൈഫ് എണീറ്റ് പറ്റി അങ്ങനെ 2 മണിയായി. ഞങ്ങൾക്ക് വർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ എവിടേക്ക് കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല. ഞാനിപ്പോൾ പല്ല് വെച്ചോളൂ. അത് കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്ത് അതുകൊണ്ട് കണ്ട് കുറേ നാളെ അതുകുട്ടന്റെ മുടിയൊക്കെ വെട്ടി കണ്ടില്ലേ, ഫാഷനൊക്കെ ആയി. അതുകുട്ടൻ നോക്കട്ടെ, മുടി നോക്കട്ടെ. ബൈ ബൈ. ഒരാളവിടെ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ ട്രെയിൻ ഓടിക്കണേ കണ്ടില്ലേ. അയ്യോ, ട്രെയിൻ പൊട്ടി വീഴ പോയാ മുത്തറി. അത് വിട്ടിട്ടെടുക്ക്, വിട്ടിട്ടെടുക്ക്. അയ്യോ, ഈ ഇടയ്ക്ക് ട്രെയിനോടാണ് താല്പര്യം. മതി മതി മതി. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 1 മാസം ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ പറയാം ഇപ്പം. അതിനിടയിൽ ഒരുത്തി വിളിക്കണം. വന്ന് എന്ത് ബെസ്റ്റ് നോക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതേ, പണി ഇപ്പം നടന്നിട്ട് ഏകദേശം 1 മാസം ആവാൻ പോണ്. കാരണം മറ്റേത് കഴിഞ്ഞ് എന്താ പറയുക, തേപ്പ് ഇതൊക്കെ കഴിഞ്ഞ് മറ്റേ വാട്ടർ പ്രൂഫ് അടിക്കാനായിട്ടല്ലേ, ഡാം പ്രൂഫ് എന്ന് പറയും. ഡാം പ്രൂഫ് അടിക്കാനായിട്ടുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പഴയ ടാങ്ക് ആയതുകൊണ്ട് ഈർപ്പം കെട്ടി നിൽക്കും. ഇപ്പോൾ ഈർപ്പം കെട്ടി നിൽക്കുമ്പോഴേക്കും അതങ്ങ് വലിയണില്ല. ആദ്യത്തെ കോട്ട് അടിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് വലിഞ്ഞ്. 2ാമത്തെ കോട്ട് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് അതിനി എന്നത്തേക്ക് വലിയൊന്നൊരു പിടിയില്ല. അപ്പോൾ നാളെ എന്തായാലും താഴത്തതൊക്കെ പ്രോപ്പറാണ്. അപ്പോൾ മേളിലത്തെ ഒരു കോട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ വിചാരിച്ച ഞങ്ങളൊന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് വേനൽക്കാലത്ത് അടിച്ചിടണം ഏറ്റവും നല്ലത്. മഴക്കാലത്ത് എന്തായാലും പറ്റില്ല, കാരണം കണ്ടിന്യൂസ് മഴയാണ്, ഒരു രക്ഷയില്ല. പിന്നെ കുറേ 14,000 രൂപ പോയി, അത് പൊട്ടായെന്ന് വിചാരിക്കലാണ്. ഇപ്പം എന്ത് ചെയ്യാനായിട്ടാ. അപ്പോൾ ഞങ്ങൾ വന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. ഇവിടെ ഞങ്ങളുടെ റൂമേ കുറച്ച് മോൾഡ് പോലെ എന്തൊക്കെയൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കുക. ഇതുണ്ട്, സ്റ്റിക്കറൊക്കെ പോയി. സ്റ്റിക്കറൊക്കെ ഇനി 2ാമത് ഒട്ടിക്കണം. കണ്ടോ മേളിലൊക്കെ കണ്ടോ. അതൊക്കെ ക്ലീൻ ആക്കുക. അതെ, അവിടെ വൈഫ് ക്ലീൻ ആക്കുക. മിക്കവാറും ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് ഇതാണ്. ഇതൊക്കെ എല്ലായിടത്തും വെച്ചാൽ നോക്കി. ആദ്യക്കൂട്ടന്നെ അമ്മയായിരുന്നു അവിടെ സീരീസ് കാണുന്നത്, അല്ല കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കട്ടിലവിടെ ഇത് ഇവിടെ നിന്ന് മാറ്റി, എന്താ പറയുക, അലമാരി അവിടെ നിന്ന് മാറ്റി കട്ടിൽ ഇങ്ങനെ ഇട്ട് അലമാരി ഇവിടെ ആക്കി. അവിടുത്തെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇനി സെപ്പറേറ്റൊക്കെ സ്റ്റിക്കറൊക്കെ വാങ്ങണം. ഇങ്ങനെ ആക്കി. ഇപ്പോൾ കണ്ട ഇത് നോക്കിയാൽ ഫ്രണ്ട്സ്, നിങ്ങൾ 2 കൊണ്ട് പുറത്തോട്ട് ഇറക്കാനായിട്ട് പറ്റില്ല. 2:30 തുടങ്ങി ഞങ്ങൾ റെഡിയായി നിൽക്കണതാണ്. 4:45 5 മണിയാകുമ്പോൾ ഒരുത്തന അവിടെ കിടക്കണ്. ഒരുത്തി ഇവിടെ ഭയങ്കര ബിസിയാണ്. നോക്കി അവിടെ നോക്കി, അതുകൊണ്ട് നോക്കി, അതുകൊണ്ട് റിലാക്സ് ചെയ്താ കിടക്കണേ. പുറമൊക്കെ പുതച്ച് എന്നിട്ടുള്ള മുടിയിലിട്ടൊന്നുമില്ല കേട്ടോ. 5 മണിയാവാൻ പോണ്. എന്തോ വന്നേ പയ്യോ. ഇനി എത്ര നേരം എടുക്കും അറിയാം. 6 മണിയാകുമ്പോഴേക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിച്ചാൽ മതി. എന്ത് അയ്യോ എടുക്കണോ? അത് കൂട്ടുന്നുണ്ട്. എന്ത് പൊടിയാന്ന് ചോദിക്കേ. കൂട്ടുക ക്യാമറയിൽ ക്ലിയർ ആവുന്നല്ലോ, നിറച്ചും പൊടിയാട്ടെ അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ അതുകൂടെ കളിപ്പിക്കാൻ കൊണ്ടുവന്ന. ഇപ്പോൾ
അപ്പോൾ ഈയിടയ്ക്ക് അതൊക്കെ ഈ ഒബ്സ്റ്റിക്കിൾ കോഴ്സസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഈ കയറി ഇറങ്ങാനും ചാടാനും തല കുത്തി മറാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനെയും കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കളിക്കാനായിട്ട് വരും. ഇത് നമ്മുടെ ഈ SN ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇരുമ്പനത്തോട്ട് പോകുന്ന വഴിയുള്ള ഒരു കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പ്രീവിയസ്ലി എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പ്ലേ ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് ഞങ്ങളുടെ ഫ്രണ്ട്സും എന്തായാലും വരുന്നുണ്ട്. അവർ കുറച്ച് ലോങ്ങിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇവിടെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും അതൊക്കെ ഓരോരോ ഫേസാണ്. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങനത്തെ ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരേ ടൈമിലാണ് കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾക്ക് വാവകളുണ്ടായത് ഏകദേശം ഒരേ ടൈമിലാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഈ വാവ മാത്രമേ ഉള്ളൂ. ഇതാണ് ജാൻ. അതുവാവയ്ക്കും ജാനും ഏകദേശം ഒരേ പ്രായമാണ്, 2 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കണതിൽ അതുവാവക്ക് സീസോ കളിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള വേറെ കൊച്ചുമായിട്ട് സീസോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതുവാവ ട്രെയിൻ ഉന്തി നടക്കുവാണ്. എന്നാത്തിനാണെന്ന് അറിയാൻ പാടില്ല. അവന് കയറിയിരുന്ന് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഉന്തിയൊക്കെ തള്ളി നടക്കുക. കിഡ്സ് ക്യാപിറ്റലിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് കഴിഞ്ഞ ശേഷം ഇവിടെ നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ക്രൗഡ് മാനേജ്മെൻറ്റും ഇല്ല ഇവിടെ. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. പിന്നെ ചില സാധനങ്ങളൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. എത്ര നല്ല സാധനങ്ങൾ വന്നാലും ഇവിടെ ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് അറിയാൻ പാടില്ല. അതുകൊണ്ട് കുറേ സാധനങ്ങൾക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇതൊക്കെ കാണുമെങ്കിൽ ഒന്ന് നോക്കുക. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു കിഡ്സ് മാനേജ്മെൻറ്റ് കറക്റ്റാക്കി വെക്കുക. കാരണം വലിയ പിള്ളേരും ചെറിയ പിള്ളേരുമായിട്ടാണ് മിങ്കിൾ ചെയ്താണ് കളിക്കുന്നത്. അപ്പോൾ ചെറിയ വാവകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ പിള്ളേർ ഓടി നടക്കുമ്പോഴേക്കും ചെറിയ പിള്ളേരൊന്നും നോക്കുന്നില്ല. അതൊരു ഭയങ്കര ഒരു കൺസേൺ ആണ്. നിങ്ങളെങ്ങനെ ഇത് വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് മാനേജറിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്തായാലും പക്ഷേ നല്ലൊരു സ്ഥലമാണ്, പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതേപ്പോൾ കണ്ടില്ലേ, വൈഫും എല്ലാവരുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഒരു മാനേജ്മെൻറ്റും പ്രോപ്പർ ആക്കണം. പിന്നെ ഞങ്ങൾ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിലോട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ബീഫ് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. ഞാനാണ് ഇപ്പോൾ ബീഫ് ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് ആദ്യം റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും വൈഫിക്ക് ഗ്രേവി വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രേവി ഇല്ലാത്ത രീതിയിൽ, ഗ്രേവി ഉള്ള രീതിയിൽ ഒന്ന് കറിയാക്കി മാറ്റാമെന്ന് വിചാരിച്ചത്. നോക്കിക്കോട്ടെ, ഇതാണ് ബീഫ് ഉണ്ടാക്കി വെച്ചത്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 മണിയായിട്ട് അപ്പോൾ ഞാൻ 2-2:30 ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു മൂവിയൊക്കെ കണ്ട്, കുറേ നൊസ്റ്റാൾജിയ പഴയ മൂവിയാണ്, അതൊക്കെ കണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എൻ്റെ ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ പാക്കൊക്കെ ചെയ്തട്ടാ. പാക്ക് ചെയ്തത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. എന്താ മമ്മി, 1 മാസമായിട്ടാ ഞങ്ങൾ ഇവിടെ വന്നിട്ട്. അടഞ്ഞില്ല എന്ന് പിടിച്ചേടി. കൊറേ സാധനങ്ങളുണ്ട്. 1 മാസം ഇത്ര സാധനങ്ങളുണ്ടല്ലേ. അതപ്പോ ഇടക്കിടക്ക് ഒരു സാധനം എടുത്തോണ്ട് വന്നല്ല പറ്റാണ്ട് വായ്പ. തക്കടു എവിടെ പോണേ? അവന്റെ പുഴുവിനെ പിടിച്ച് നടക്കണേ. ഇങ്ങോട്ട് വാടാ. കളഞ്ഞ എന്തിനാ പൂർത്തം കേട്ടത്? മമ്മിയോട് ഞങ്ങൾ ഇവിടെ സ്കൂളിൽ ഇറക്കിയിട്ട് ഞങ്ങൾ പോണേ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ച്. ഓക്കെ, ഇതാണ് പുതിയ സെറ്റപ്പ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.